ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും കല്യാണം ആവാണ്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ നമ്മുടെ വിക്രത്തിനെ എല്ലാവരും കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദയും അച്ചമ്മയും കൂടെ. രാധയുടെ വീട്ടിൽ പോകുമ്പോൾ രാധ തന്നെയാണ് നമ്മുടെ അച്ചമ്മയോടും വേദയോടും ഒക്കെ സത്യം പറയണത് കേട്ടോ. അവളാണെങ്കിൽ ആദ്യമൊന്നും സമ്മതിച്ചു കൊടുക്കണില്ല. പിന്നീട് അച്ചമ്മയുടെ ഒരു വരട്ടലൊക്കെ കണ്ടപ്പോൾ രാധ പേടിക്കാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ രാധ എല്ലാ സത്യവും പറയുന്നുണ്ട്. ഇപ്പോൾ വിക്രമേട്ടൻ ഹോസ്പിറ്റലിലാണെന്നും ആക്സിഡൻറ്റ് പറ്റിയിട്ട് ജീനെ കൊണ്ടുവന്നെന്നൊക്കെ പറയാണ്. അങ്ങനെ വേദയും അച്ചമ്മയും കൂടി വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം കിടക്കുന്ന റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ വിക്രം വേഗം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വേദനയാണ് കാണുന്നത്. നാളെ നമ്മുടെ വിവാഹമല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒളിച്ചുകളി എന്തിനാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ദേഷ്യം കൊണ്ട് നമ്മുടെ വിക്രം നമ്മുടെ വേദയുടെ അടുത്ത് പറയാണ്, താലി കെട്ടാനല്ല, അത് അറുത്തു മാറ്റാനാണ് ഞാൻ നാളെ പോകുന്നതെന്ന് പറയാ. അപ്പോൾ വേദ പറയാണ്, എന്നാൽ ആ മിടുക്ക് നാളെ പന്തലിൽ കാണിക്കുന്ന്. അത് കേട്ട് നമ്മുടെ വിക്രം പറയാണ്, അത് നാളെ പന്തലിൽ വെച്ച് തന്നെ ആ മിടുക്ക് ഞാൻ കാണിച്ചു തരുന്നതൊക്കെ പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ രാധയ്ക്ക് അതിലൊരു പ്രതീക്ഷ തോന്നാണ്. ഇപ്പോൾ ഈ വിക്രമേട്ടനെ രാധയ്ക്ക് തന്നെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ വിക്രമിനെ രാധയും അച്ചമ്മയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. റൂമിൽ വെച്ച് നമ്മുടെ വിക്രമിനെ വേദ ഓരോന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ട്. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മേൽ സ്വാതന്ത്ര്യം കുറച്ചും കൂടെ കൂടും. നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കാൻ എനിക്ക് ഇതിലും കുറേ സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ മൂട്ടയല്ല, യക്ഷിയാവും, തനി വടയക്ഷി. നമ്മുടെ വിക്രമാണെങ്കിൽ നമ്മുടെ വേദയുടെ ഓരോ ഡയലോഗൊക്കെ കേട്ടിട്ട് ആകെ പേടിച്ച് വീഴാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്